നമ്മളോട് പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമുണ്ട്. ലൈഫ് നല്ലതാകാൻ വലിയ വലിയ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യണം. ലൈക്ക് ഗ്രാജുവേഷൻ, വളരെ നല്ലൊരു ജോലി, കല്യാണം, കുട്ടികൾ, അങ്ങനെ അങ്ങനെ. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് വലിയ മൊമെൻറ്റ്സ് അല്ല, മറിച്ച് നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണ്. ഹായ്, മൈ നെയിം ഈസ് ശ്രുതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. ഞാൻ കൈൻഡ് ഓഫ് ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് ഞാൻ ഒരു വലിയ മൈൽ സ്റ്റോൺ ഒന്നും അച്ചീവ് ചെയ്തില്ല. എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തി. സോ ഹിയർ ഐ ആം ഗോയിങ് ടു ടെൽ യു what all the changes or small changes that I made in my life to make it happier. ചുരുക്കി പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിനെ നല്ലൊരു ട്രാക്കിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായി സാധിക്കും. ഹാബിറ്റ് 1, ബ്രീത്തിങ് ഓർ സ്ലോയിങ് ഡൗൺ. ഫസ്റ്റ് ഹാബിറ്റ് വളരെ ബേസിക്കാണ്, സ്ലോ ബ്രീത്തിങ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആകുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് ഓർ വളരെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങും. ബട്ട് അതിനെ നമ്മൾ മറികടന്ന് ആ ടൈമിൽ നമ്മൾ വളരെ സ്ലോ ആയി കാമായി ഒന്ന് ബ്രീത്ത് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഡീപ്പായി സ്ലോ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ മൈൻഡ് കാം ആകുന്നതും എൻ്റെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യുന്നതുമായിട്ട് എനിക്ക് തോന്നി. സോ ഗേളീസ്, സ്ലോ ഡൗൺ ആൻഡ് ബ്രീത്ത് സ്ലോലി. ഹാബിറ്റ് 2, മൂവിങ് മോർ. ഹോണസ്റ്റ്ലി ഞാൻ അത്ര ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ അല്ല, പക്ഷെ ഞാനൊരു സിമ്പിൾ ട്രിക്ക് ചെയ്തു ടു മൂവ് മോർ. ഫോണിൽ സംസാരിക്കുമ്പോൾ വാക്ക് ചെയ്യുക. സോ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ നമ്മൾ ഒത്തിരി നേരം സംസാരിക്കും. ആ ടൈമിൽ നമ്മൾ വാക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഇവൻച്വലി മെൻ്റൽ ഹെൽത്തും ഇൻക്രീസ് ആകും. ഹാബിറ്റ് 3, റെഡ്യൂസിങ് ന്യൂസ് ഓർ നെഗറ്റിവിറ്റി. അനദർ തിങ് ഞാൻ കോൺഷ്യസ്ലി റെഡ്യൂസ് ചെയ്തത് കൺസ്യൂമിങ് മോർ ന്യൂസ് അല്ലെങ്കിൽ ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് നമ്മളത് ടു മച്ച് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ അത് സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിലാക്കാം. സോ ഇത് ലിമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് കുറച്ച് ലൈറ്റായ പോലെ ഫീലായി. ഹാബിറ്റ് 4, വേക്കിംഗ് അപ്പ് ഏർലി. ഞാനൊരു നൈറ്റ് ഔളായിട്ടുള്ള പേഴ്സൺ ആയിരുന്നു, ടു ബി ഓണസ്റ്റ്. വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും വളരെ ലേറ്റായിട്ട് എണീക്കുകയും ചെയ്യുമായിരുന്നു. ആൻഡ് മൈ ജോബ് ഓൾസോ അലൗഡ് മീ ടു ഡു ദാറ്റ്. എൻ്റെ ഷിഫ്റ്റ്സ് അങ്ങനെയായിരുന്നു. ബട്ട് സ്ലോലി ഞാൻ കുറച്ച് നേരത്തെ എണീക്കാൻ ട്രൈ ചെയ്തു. എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. ഇങ്ങനൊരു സ്ലോ മോർണിംഗ് റുട്ടീൻ ഞാൻ ഫോളോ ചെയ്തപ്പോൾ ആ ദിവസം എനിക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിച്ചു. ഹാബിറ്റ് 5, കീപ്പിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ് ആൻഡ് ട്രീറ്റ് യുവർ സെൽഫ്. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന പ്രോമിസസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അത് നടക്കുമ്പോൾ ചെറിയ ചെറിയ ട്രീറ്റ് നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഹാബിറ്റ് 6, പ്ലാനിങ് മൈ ഡേ. ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചതോടെ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഹോണസ്റ്റ്ലി ഞാനിത് എഴുതി വെച്ചില്ലെങ്കിൽ ഞാൻ തന്നെ മറന്നു പോകും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ എൻ്റെ ഒരു ഡേ ഞാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുന്നതോടെ എനിക്ക് ആ ഡേ മോർ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഞാനും അത്ര പെർഫെക്റ്റ് അല്ല, ഞാനും വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഡെയിലി ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആൻഡ് പല ദിവസവും ഞാൻ മിസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഗ്രോ ചെയ്യാം. ഇതുപോലെ ലൈഫ് സ്റ്റൈൽ, ഹാബിറ്റ്സ്, ഡെയിലി കണ്ടന്റ് എന്നിവ കാണാനായിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബൈ.